വാർത്തകളിലേക്ക്. എലത്തൂർ ട്രെയിൻ ആക്രമണ കേസിൽ അറസ്റ്റിലായ ഷാറുഖ് സൈഫിയെ കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് തെളിവെടുപ്പ് ഇന്ന് നടത്തും. ഈ വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ഒപ്പം തന്നെ ഫിറോസ് അലി മുഹമ്മദും ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഇപ്പോൾ ഫിറോസ് അലി മുഹമ്മദിലേക്ക് ആദ്യം പോകാം. ഫിറോസ് അലി മുഹമ്മദ്, ഈ കോഴിക്കോട് നിന്നും ഇപ്പോൾ റിയാസ് KMR അല്പസമയത്തിനകം തന്നെ ചേരും. ഈ പ്രതിയെ ഇന്ന് കോഴിക്കോട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വഴിനീളെ തന്നെ സുരക്ഷാ വീഴ്ചയൊക്കെ ഉണ്ടായെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആകെ 3 പോലീസുകാർ മാത്രമായിരുന്നു പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ടയർ നിരവധി തവണ പഞ്ചറാകുന്നു. അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഈ പ്രതിയെ കൊണ്ടുവരുന്നതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന വിമർശനങ്ങൾ രാവിലെ തന്നെ ഉയരുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? അജി, ഇതിൽ തീർച്ചയായും ഇപ്പോൾ കോഴിക്കോട് പോലീസ് ക്യാമ്പിൽ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ റിയാസ് KMR കോഴിക്കോട് നിന്ന് പറയാൻ കഴിയും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇതിൽ കേരള പോലീസിൻ്റെ അതുപോലെ RPFൻ്റെ ഒക്കെ വല്ലാത്ത സുരക്ഷാ വീഴ്ച അത് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യം, അത് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്നതിൽ തുടങ്ങേണ്ടതല്ല. മറിച്ച് ഈ സംഭവം ഉണ്ടാകുന്നത് 2-ാം തീയതി ഞായറാഴ്ച രാത്രി 9:27 എലത്തൂരിൽ വെച്ച് ഇത്തരത്തിൽ ഒരു കമ്പാർട്ട്മെൻറ്റിലെ യാത്രക്കാർക്ക് നേരെ ഇത്തരത്തിൽ പെട്രോൾ ചീറ്റിയ ശേഷം തീ വയ്ക്കുന്ന പ്രതി അതേ ട്രെയിനിൽ ഇദ്ദേഹം കണ്ണൂരേക്ക് എത്തുന്നു, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു എന്നത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. കാരണം ഈ സംഭവത്തിന് ശേഷം കൊയിലാണ്ടിയിൽ അതുപോലെ വടകരയിലൊക്കെ ഈ ട്രെയിൻ ആരിച്ചു പെറുക്കിയിട്ടും ഈ റെയിൽവേ പോലീസിനോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥർക്കോ ഒന്നും തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം പറയുന്നത് അപ്പോഴെല്ലാം ഇദ്ദേഹം ഒളിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ആ പരിശോധനയുടെയൊക്കെ വിശ്വാസ്യത എന്തായിരുന്നു, അല്ലെങ്കിൽ ആ പരിശോധന എത്രത്തോളം ജാഗ്രതയോടെ ആയിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാതെ ഏതായാലും ആകാശമാർഗ്ഗമൊന്നും പോകാൻ ഒരു നിവൃത്തിയുമില്ലല്ലോ. അതിനുശേഷം ഇദ്ദേഹം മണിക്കൂറുകളോളം കേരളത്തിലുണ്ടായിരുന്നു. ആ രാത്രിയിൽ തന്നെ, ആ രാത്രി എപ്പോഴും അദ്ദേഹം അതിർത്തി കടക്കുന്നു, പുലർച്ചയോടെ മറ്റോ അതിർത്തി കടന്നു പോകുന്നു. അപ്പോഴും ഈ സംഭവത്തിന് ശേഷം, മണിക്കൂറുകൾക്ക് ശേഷം പോലും ഇത്ര വലിയൊരു സംഭവം, 3 ജീവനുകൾ പൊലിഞ്ഞൊരു സംഭവം, ഒരു തീവ്രവാദ ആക്രമണ സ്വഭാവമുള്ളൊരു സംഭവം ആ പ്രതി കേരളത്തിൽ മണിക്കൂറുകളോളം ഉണ്ടായിട്ടും റെയിൽവേ പോലീസിനോ മറ്റ് അനുബന്ധ പോലീസ് സംവിധാനങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന സുരക്ഷാ വീഴ്ച അവിടെ നിൽക്കുന്നു. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ പുലർച്ചെയാണ് മഹാരാഷ്ട്ര ATSൻ്റെ പിടിയിൽ ഇദ്ദേഹം ആകുന്നത്. ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് സ്വകാര്യ വാഹനത്തിൽ 3 പോലീസുകാർ മാത്രമാണ്, 3 ഉദ്യോഗസ്ഥർ മാത്രമാണ് എന്നുള്ള വലിയൊരു ഈ പരാതി, ആക്ഷേപം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണമായി പോലീസ് പറയുന്നത്, അതിനപ്പുറത്ത് വലിയൊരു പോലീസ് സന്നാഹവുമായി പോയാൽ അത് പ്രതിയുടെ സുരക്ഷയെ ഒരുപക്ഷെ ബാധിച്ചേക്കാം എന്നതുകൊണ്ടാണ്. കാരണം ഇത്ര വലിയ അപലപിക്കപ്പെട്ടൊരു സംഭവമാണ്. അങ്ങനെ ഒരു സംഭവത്തിൽ അങ്ങനെ ഒരു വലിയ സന്നാഹവുമായി പോയാൽ അത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകാതിരുന്നത്. 3 പേർ മാത്രം പോയത് എന്നാണ്. പക്ഷെ പലയിടങ്ങളിലും ഇദ്ദേഹം, ഈ പോലീസുകാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഈ പ്രതി ഒറ്റയ്ക്ക് ഈ പോലീസ് വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള ദൃശ്യങ്ങളൊക്കെ ഇതിനകം പുറത്തു വരികയും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെയും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇതിൽ ഏറ്റവും നിർണായകമായത് ഇദ്ദേഹത്തിൻ്റെ സിമ്മുകളെ കുറിച്ച്. ഇദ്ദേഹത്തിന് എത്ര ഫോണുകൾ ഉണ്ടായിരുന്നു, എത്ര നമ്പറുകൾ ഉണ്ടായിരുന്നു, പുതിയ സിം എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം നൽകിയ ആൾട്ടർനേറ്റ് നമ്പർ, പകരമുണ്ടായിരുന്ന നമ്പർ, ഇത്തരം നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള കേന്ദ്ര ഇന്റലിജൻസിന്റെ അന്വേഷണമാണ് ഇതിൽ ഏറ്റവും നിർണായകമായതെന്ന് പറയേണ്ടി വരുന്നു. അങ്ങനെ ഒരു സിം ഓണായപ്പോൾ, ഫോണിലിട്ട് ഓണാക്കിയപ്പോഴാണ് രത്നഗിരിയിൽ ഇദ്ദേഹം ഉണ്ട്, ആ ടവർ ലൊക്കേഷനിൽ ഇദ്ദേഹം ഉണ്ട് എന്ന വിവരം കേന്ദ്ര ഇന്റലിജൻസ് മഹാരാഷ്ട്ര ATSന് കൈമാറുന്നത്, ഭീകരവിരുദ്ധ സ്ക്വാഡിന് കൈമാറുന്നത്. അതാണ് ഈ കേസിൽ ആകുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം രാജസ്ഥാനിലെ അജ്മീറിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ സിം ഈ ഫോണിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ എത്രയോ ദിവസം ഇദ്ദേഹം പിടികിട്ടാതെ, അല്ലെങ്കിൽ ഒരു അജ്ഞാതനായി, ട്രെയിനിൽ തീവച്ച അജ്ഞാതനായി ഈ ഷാറുഖ് സൈഫി തുടർന്നേനെ എന്നുകൂടി നമുക്ക് കരുതേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ പല ഘട്ടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ നമ്മുടെ സംവിധാനങ്ങളുടെ സുരക്ഷാ വീഴ്ച, ഏറ്റവും പ്രധാനമായി അത്തരത്തിൽ ഈ ട്രെയിനിൽ 2 കുപ്പി പെട്രോളുമായി കയറി തീയിടാൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ വലിയ പരിശോധനയും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനം അത്ര ജാഗ്രത പാലിക്കേണ്ട പല സാഹചര്യങ്ങളുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അത്തരത്തിൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട്. അവിടെയൊക്കെ എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്ന ഘട്ടം കൂടിയാണ്. അതേസമയം ഇദ്ദേഹം മൊഴി മാറ്റുന്നു എന്നുള്ള വിവരങ്ങൾ, സുപ്രധാന വിവരം നമുക്ക് ലഭിക്കുന്നു. പ്രധാനമായും ഇദ്ദേഹം മഹാരാഷ്ട്ര ATSന് ഷാറുഖ് സൈഫി കൊടുത്ത മൊഴി ഇതിനു പിന്നിൽ ബാഹ്യപ്രേരണയുണ്ട് എന്നാണ്. എൻ്റെ മാത്രം ഇഷ്ടം ആയിരുന്നില്ല, ബാഹ്യപ്രേരണയുണ്ട് എന്നാണ്. അതുപോലെ ഡൽഹിയിൽ നിന്ന് മുംബൈ വരെ ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു. അതാരാണ് എന്ന് വ്യക്തമല്ല. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇദ്ദേഹം നൽകുന്ന മൊഴി പ്രകാരം
എൻ്റെ കുബുദ്ധിയാണ്, മറ്റാരുടെയും ബുദ്ധി ഇതിൻ്റെ പിറകിലില്ല. ഞാൻ കേരളത്തിലേക്ക് ആദ്യമായാണ് വരുന്നത്. കേരളത്തിൽ കൃത്യമായും അദ്ദേഹം കോഴിക്കോട് തന്നെ വന്നിറങ്ങുന്നു. കോഴിക്കോട് വന്നിറങ്ങി നേരെ പുറത്തേക്ക് പോയി പെട്രോൾ പമ്പിൽ പോയി 2 കുപ്പി പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് കണ്ട ട്രെയിനിൽ കയറി ഏതോ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്തരത്തിൽ കുറേ പേരുടെ മേൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരുപാട് പൊരുത്തക്കേടുകളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. അതൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലായിരിക്കും ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ വ്യക്തമാവുക. ഏതായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സംഭവം രാജ്യശ്രദ്ധയിലേക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് തന്നെ വന്ന ഒരു സംഭവം. ആ സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ ഒരു വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ നമുക്ക് തുണയായി എന്ന് പറയാം. ഏതായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ പ്രതിയെ പിടിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ മറ്റ് തീവ്രവാദ ബന്ധമുണ്ടോ, മറ്റ് ഇടപെടലുകളുണ്ടോ, എന്തുകൊണ്ട് കോഴിക്കോട്, എന്തുകൊണ്ട് കേരളം, എന്തുകൊണ്ട് ഈ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിൻ അടക്കമുള്ള ചോദ്യങ്ങൾ ഒത്തിരി ബാക്കിയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ വരുന്ന സമയങ്ങളിലുള്ള ചോദ്യം ചെയ്യലിൽ കഴിയുമെന്ന് അന്വേഷണ സംഘം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കാനാണ് സാധ്യത. പക്ഷേ തുടർ ചോദ്യം ചെയ്യലിനായി പ്രൊഡക്ഷൻ വാറണ്ട് അനുവദിക്കണമെന്ന് കോടതിയിൽ അപേക്ഷ നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അത് 5 ദിവസമോ 10 ദിവസമോ ഒക്കെ ഒരു കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത കൃത്യമായും നമ്മൾ കാണുന്നുണ്ട് ഈ ഘട്ടത്തിൽ. അജി കുഞ്ഞുമോൻ. തീർച്ചയായും ഫിറോസ്, അങ്ങയുടെ വിലയിരുത്തലുകൾ വളരെ കറക്റ്റാണ്. ഇപ്പോൾ റിയാസ് KMR കൂടെ ചേരുന്നുണ്ട് ഈ കോഴിക്കോട് നിന്നും. റിയാസ്, എനിക്ക് തോന്നുന്നു ഈ പോലീസ് ക്ലബിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി പ്രതി എത്തിച്ചിരിക്കുന്ന ആ സ്ഥലത്താണ് റിയാസ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിയാസ്, ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു. എപ്പോഴാണ് കോഴിക്കോട്ടേക്ക് ഈ പ്രതിയെ എത്തിച്ചത്? കോഴിക്കോട് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ എന്തെല്ലാമാണ്? അജി, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മാലൂർക്കുന്നിലെ പോലീസ് ക്യാമ്പിൽ തന്നെയാണ്. ഇവിടെ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇതിനു മുൻപുള്ള സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ പ്രധാനമായും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഇവിടെ കോഴിക്കോട് സിറ്റി പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതിനുശേഷം പ്രതിയെ നേരെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി അത് കഴിഞ്ഞായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. തുടർന്ന് പ്രൊഡക്ഷൻ വാറണ്ട് നൽകി കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലുകൾ നടക്കുക. എന്തായാലും ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു. മാത്രമല്ല, പ്രധാനമായും ഈ പ്രതിയെ കൊണ്ടുവരുമ്പോഴുണ്ടായ ഒരു സുരക്ഷാ വീഴ്ച ഇപ്പോൾ വലിയ തോതിൽ ആക്ഷേപം ഉയർത്തുന്നുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഗൗരവകരമായ ഒരു കാര്യം. കാരണം ഇത് രാജ്യം തന്നെ ഏറെ ശ്രദ്ധിച്ച ഒരു കേസാണ്. അതീവ ഗൗരവത്തോടുകൂടി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ എടുത്ത ഒരു കേസിൽ പ്രതി രത്നഗിരിയിൽ നിന്നും ഇവിടെ കോഴിക്കോട് വരെ എത്തിക്കുമ്പോഴുണ്ടായ സുരക്ഷാ വീഴ്ച, അതിന്റെ ടയർ പഞ്ചറായതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം മഹാരാഷ്ട്രയിൽ നിന്നും കർണാടക അതിർത്തിയായ തലപ്പാടി വരെ പ്രതിയെ കൊണ്ടുവന്നത് ഒരു ഇന്നോവ കാറിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്നും സുരക്ഷാ പ്രശ്നത്തിന്റെ പേരിൽ ആണ് ഒരു ഫോർച്യൂണർ വാഹനം കൊണ്ടുവന്നത്. ആ ഫോർച്യൂണർ വാഹനത്തിലാണ് പിന്നീട് ഈ പ്രതിയെ കണ്ണൂർ കാടാച്ചിറ വരെ എത്തിച്ചത്. കണ്ണൂർ കാടാച്ചിറ റിയാസ്, ഈ ഫോർച്യൂണറിൽ എവിടെ തൊട്ടാണ്? ഈ കാസർഗോഡ് മുതലാണോ ഈ ഫോർച്യൂണർ കാറിൽ കൊണ്ടുവന്നത്? അപ്പോൾ അതുവരെ കൊണ്ടുവന്നത് ഇന്നോവയിലാണെന്ന് റിയാസ് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏത് കാറാണ് കേടായത്? ഈ ഫോർച്യൂണർ ആണോ അതോ ഇന്നോവയാണോ? ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത് ഫോർച്യൂണർ ആണ് കേടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അതൊരു സ്വകാര്യ വാഹനം കൂടിയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്നും ATSന്റെ കസ്റ്റഡിയിൽ നിന്നും ഈ പ്രതിയെ വാങ്ങിയ ശേഷം ഇന്നോവ കാറിലാണ് തലപ്പാടി വരെ എത്തിച്ചത്. അതിൽ ATSന്റെ DYSP അബ്ദുൾ റഹീമിൻ അടക്കമുള്ള 3 ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്രയും ഗൗരവകരമായ ഒരു കേസിൽ കേവലം ഒരു 3 ഉദ്യോഗസ്ഥർ മാത്രം അത്തരം ഒരു പ്രതിയെ കൊണ്ടുവരാൻ മതിയോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ തലപ്പാടിക്ക് ശേഷമാണ് ഈ ഫോർച്യൂണർ കാർ എത്തിച്ചതും. അത് പിന്നീട് ഈ കൂത്തുപറമ്പ് വഴി, അതായത് സാധാരണ കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് കൊണ്ടുവരിക തലശ്ശേരി റൂട്ടാണ്, ദേശീയപാതയാണ്. എന്നാൽ ദേശീയപാത ഒഴിവാക്കിയുള്ള ഒരു
പ്രദേശം കൂത്തുപറമ്പ്, മാഹി അങ്ങനെ ആയിരുന്നു ഈ പ്രതിയെ കോഴിക്കോട് എത്തിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നത്. അതിനിടയിലാണ് കണ്ണൂർ കാടാച്ചിറയിൽ വെച്ച് 3:35 ഇന്ന് പുലർച്ചെ ഈ ടയർ പഞ്ചറാവുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതിനുശേഷം എടക്കാട് പോലീസിന്റെ ഒരു ബൊലേറോ ജീപ്പ് ഈ പ്രതിയെ കൊണ്ടുവരാൻ എത്തിയെങ്കിലും ആ ജീപ്പ് കൂടി തകരാറാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഒരു സ്വകാര്യ വാഗണർ എത്തിച്ച് ആ വാഗണറിലാണ് ഈ പ്രതിയെ കോഴിക്കോട് ഈ മാലൂർ കുന്നിലെ പോലീസ് ക്യാമ്പിൽ എത്തിച്ചത്. എന്തായാലും നേരത്തെ തന്നെ ADGP അടക്കമുള്ളവർ 7 മണിക്ക് ശേഷം ഈ ആസ്ഥാനത്ത്. റിയാസ്, ഞാനിപ്പം ഒരു നിമിഷം തുടരാം. ഇപ്പോൾ ഫിറോസ് അലി മുഹമ്മദ് കൂടെ ചേരുകയാണ്. ഫിറോസ്, ഈ റിയാസ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഇന്നോവ കാറിൽ തലപ്പാടി വരെ, അതായത് കർണാടക അതിർത്തി വരെ എത്തിക്കുന്നു. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ, ഈ സർവത്ര പ്രശ്നങ്ങൾ തുടങ്ങുന്ന അതിനുശേഷമാണ് ഈ അവിടുന്ന് ഒരു ഫോർച്യൂണർ കാർ എടുക്കുന്നു, അതും സ്വകാര്യ വ്യക്തിയുടെ കാർ. ആ കാറിൽ വഴിയിൽ വെച്ച് ദിശ മാറി സഞ്ചരിക്കുന്നു, റൂട്ട് മാറി സഞ്ചരിക്കുന്നു. ആ കാർ പിന്നെയും പഞ്ചറാവുന്നു. പിന്നീട് ഒരു വാഗണർ കാറിലാണ് ഈ പ്രതിയെ കൊണ്ടുവന്നത്. ഇത്രയും ഗൗരവമേറിയ ഒരു കേസായിരുന്നിട്ട് പോലും ഈ പ്രതിയെ എത്തിക്കുന്നുള്ളൂ. ഈ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ളത്, നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഹെലികോപ്റ്റർ വാടകയ്ക്കൊക്കെ എടുത്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അത്രയുമുള്ള ഒരു സംസ്ഥാനത്ത് ഒരു പ്രതിയെ എത്തിക്കുന്നത് നിസ്സാര ലാഘവത്തോടെ അല്ലേ ശരിക്കും ഈ സംഭവത്തെ ഈ പ്രതിയെ കൊണ്ടുവരുന്നതിൽ കൈകാര്യം ചെയ്യുന്നത്? കാരണം ഒരുപക്ഷെ അദ്ദേഹം ഈ റിയാസ് സൂചിപ്പിക്കുന്ന ആകെ 3 ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഈ 3 ഉദ്യോഗസ്ഥർ മതിയോ? കാരണം ഇങ്ങനെയാണോ ഒരു പ്രതിയെ കൊണ്ടുവരേണ്ടത്? ഇതിൽ ഒരു സുരക്ഷാ വീഴ്ച നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? അജി, അതിൽ പ്രധാനമായി പറയേണ്ടി വരുന്നത്, ഇപ്പോൾ ഇതൊരു ഇന്നലെ പകലോടെ തന്നെ ഇത്തരത്തിൽ ഇദ്ദേഹം പിടിയിലായ ഷാറൂഖ് സൈഫി പിടിയിലാകുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ വല്ലാതെ ഉയർന്നിരുന്നു. കാരണം ബാഹ്യ പ്രേരണയുണ്ട് എന്ന് ATS അദ്ദേഹം മൊഴി നൽകുകയും ചെയ്തൊരു ഘട്ടമുണ്ട്. അല്ലെങ്കിൽ മറ്റാരുടെയോ പ്രേരണ ഉണ്ടായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിനൊപ്പം മറ്റു പലരും കേരളത്തിൽ ഇതിന് സഹായം ചെയ്തിട്ടുണ്ട് എന്ന നിലയ്ക്കൊക്കെയുള്ള അഭ്യൂഹങ്ങൾ, അതൊന്നും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളായിരുന്നില്ല, അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയം തന്നെയാണ്. പ്രതിയെ കൊണ്ടുവരുമ്പോഴും എനിക്ക് തോന്നുന്നു ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുന്നത്, ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ യാത്ര, നമുക്ക് റോഡ് മാർഗം ഈ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയുടെ ദൈർഘ്യം, ആ ദൂരമൊക്കെ നമുക്കറിയാം. അത്രയും നേരം പോലീസുകാർക്ക് പ്രാഥമിക ആവശ്യങ്ങളുണ്ടാവും. അവർ വെള്ളം കുടിക്കാനിറങ്ങും, അവർ ഭക്ഷണം കഴിക്കാനിറങ്ങും. പ്രതിയെ പട്ടിണിക്ക് ഇരുത്താൻ പറ്റില്ല, പ്രതി പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു ഘട്ടത്തിൽ ഈ സംസ്ഥാനങ്ങളിലൂടെ കടന്നു വരുന്ന സമയത്ത് ഇത്തരത്തിൽ കൂടുതൽ സുരക്ഷ ഉണ്ടായിരുന്നെങ്കിൽ അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമായിരുന്നു, പ്രതിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് എന്ന് തോന്നുന്നില്ല. അതായത് കുറച്ച് ലാഘവത്തോടെ കൈകാര്യം ചെയ്തോ പോലീസ് സംവിധാനം ഈ പ്രതിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ കൃത്യമായി സുരക്ഷ ഒരുക്കിക്കൊണ്ടാണോ പ്രതിയെ കൊണ്ടുവന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് റിയാസ് KM ഉന്നയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പൊതുസമൂഹവും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആ വിഷയം ഉന്നയിക്കുന്നുണ്ട്. കാരണം വളരെ നിർണായകമായ, വളരെ ഒരു അതിനാടകീയമായ ഒരു ജങ്ചറിൽ വച്ചാണ് ഈ പ്രതിയെ നമുക്ക് പിടികിട്ടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ആ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും, ഇപ്പോൾ അജ്മീറിലേക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഇദ്ദേഹം പോയി ഈ ഫോൺ ഓൺ ചെയ്യുന്നൊരു സാഹചര്യം ഒന്നും ഉണ്ടാകാതെ ഇരുന്നെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോളം ഈ പ്രതിയെ പിടികിട്ടാതെ ഈ ആശങ്കയിൽ, പരിഭ്രാന്തിയിൽ കേരള പോലീസും നമ്മുടെ സംവിധാനങ്ങളും എല്ലാം ഇങ്ങനെ വട്ടം കറങ്ങിയേനെ. അങ്ങനെ നമ്മളെയൊക്കെ മണിക്കൂറുകളോളം വട്ടം കറക്കിയ പ്രതിയെ മഹാരാഷ്ട്ര ATS ദേശീയ ഇന്റലിജൻസ് ഏജൻസിയുടെ സഹായത്തോടെ പിടികൂടുമ്പോൾ ആ പ്രതിയെ കൃത്യമായ സുരക്ഷയോടെ കേരളത്തിൽ എത്തിക്കുക എന്നത് നമ്മുടെ അന്വേഷണ സംവിധാനത്തിൻ്റെ കൃത്യമായ ചുമതലയും ബാധ്യതയുമായിരുന്നു. അവിടെ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം മതിയായിരുന്നോ ഈ പ്രതിയെ കൈകാര്യം ചെയ്യാൻ, പ്രതിയുടെ സുരക്ഷ ഒരുക്കാൻ എന്നുള്ളത് വലിയ ചോദ്യമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് നിർഭാഗ്യമൊന്നും സംഭവിച്ചില്ല. ഭാഗ്യത്തിന് കേരളത്തിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് റിയാസ് പറഞ്ഞതുപോലെ മാലൂർ കുന്ന് പോലീസ് ക്യാമ്പിൽ ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ പ്രതി മൊഴി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഒന്നിലധികം തവണ വാഹനങ്ങൾ കേടാകുന്ന സാഹചര്യം, ഈ ഇന്നോവയിൽ നിന്ന് ഫോർച്യൂണറിലേക്ക് മാറ്റുന്നു, ഫോർച്യൂണറിൻ്റെ ടയർ പഞ്ചറാകുന്നു. അപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിലധികമൊക്കെ റോഡിൽ പ്രതിയുമായി ഇങ്ങനെ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതിനുശേഷം അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റുന്നു, ആ വാഹനത്തിന് യന്ത്ര തകരാറ് സംഭവിക്കുന്നു, പിന്നീട് മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റുന്നു. ആ നിലയ്ക്ക് ഈ പ്രതിയെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ പ്രതിയെ കൃത്യമായ സുരക്ഷയോടെ കോഴിക്കോട് ചോദ്യം ചെയ്യുന്ന ഇടത്തേക്ക് എത്തിക്കാൻ
അതുവരെയുള്ള കാര്യങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അധികൃതർ അല്ലെങ്കിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണങ്ങൾ വിചിത്രമാണ്. കാരണം ഇത് പ്രതിയുടെ സുരക്ഷയെ കൂടി കരുതിക്കൊണ്ടാണ് ഇത്തരത്തിൽ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം വിടുകയും ഒരു വലിയ സംഭവമാക്കാതെ, ഒരു വലിയ സന്നാഹം കൊടുക്കാതെ പ്രതിയെ കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള വിചിത്രമായ ന്യായങ്ങളുണ്ട്. സ്വാഭാവികമായും അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകാം. ഏതായാലും പൊതുസമൂഹത്തിന് വലിയ ഒരു ആശങ്കയും അതുപോലെ പരിഭ്രാന്തിയും ഒക്കെ ഉണ്ട്. കാരണം നമുക്ക് കേട്ടുകഴിവില്ലാത്ത നമ്മുടെ ഒന്നും ആയുസിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ആയുസിന്റെ പുസ്തകത്തിലെങ്ങും എഴുതപ്പെട്ടിട്ടില്ലാത്ത ഒരു അക്രമ സംഭവം നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ളത് 2005 ഈ കളമശ്ശേരിയിൽ ബസ് കത്തിക്കുന്ന ഒരു സംഭവമാണ്, ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഭവം. അതുപോലും ഈ തമിഴ്നാട് RTCയുടെ ബസ് ഹൈജാക്ക് ചെയ്ത ശേഷം കളമശ്ശേരിയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി യാത്രക്കാരെ ഇറക്കിയ ശേഷമാണ് അങ്ങനെ ഒരു തീവയ്പ് നടക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ പോലുമല്ല. നിരപരാധികളായ നിസ്സഹായരായ പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കമുള്ളവർക്ക് നേരെ ഒരു പ്രതി, ഒരു തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ അങ്ങനെ അത്രയും ക്രൂരമായ മനസ്സുള്ളൊരു പ്രതി ആളാരാണെന്ന് നോക്കാതെ ആ കമ്പാർട്ട്മെന്റിലുള്ള മുഴുവൻ പേർക്ക് നേരെയും ഇത്തരത്തിൽ പെട്രോൾ ചീറ്റുന്നു, തീ കൊടുക്കുന്നു. പരിഭ്രാന്തരായി ജനക്കൂട്ടം ഓടുന്നു ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റു കമ്പാർട്ട്മെന്റുകളിലേക്ക്. അതിൽ 3 പേർ പ്രാണരക്ഷാർത്ഥം ആ ട്രെയിനിൽ നിന്ന് ചാടി 1 വയസ്സ് പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിന് വരെ ജീവൻ നഷ്ടപ്പെടുന്നു. അത്രയേറെ അപലപിക്കപ്പെടുന്ന, അത്രയേറെ നമുക്ക് പരിഭ്രാന്തി ഉണ്ടാക്കുന്ന റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ച്, അത് നമ്മുടെ സംസ്ഥാനത്തെ റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ച് മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള റെയിൽവേ യാത്രക്കാരെ സംബന്ധിച്ച്, അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയ, വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു സംഭവം. അതിലെ പ്രതിയെ കൈകാര്യം ചെയ്യുമ്പോൾ കേരള പോലീസ് അത് കൃത്യമായി അതിൻ്റെ ഒരു ഇടപെടൽ നടത്തിയോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ഈ ഘട്ടത്തിൽ. അജി കുഞ്ഞുമോൻ. തീർച്ചയായും ഫിറോസ്, ഞാൻ ഒരിക്കൽ കൂടി തിരിച്ചു വരാം. ഞാനിപ്പോൾ വീണ്ടും റിയാസ് KMRലേക്ക് പോവുകയാണ്. റിയാസ്, ചോദ്യം ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞു. ചോദ്യം ചെയ്യൽ ആരംഭിക്കുമ്പോൾ തന്നെ ഈ കുറ്റം നിഷേധിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഈ പ്രതി ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് അവിടെ ആരുടെയും പ്രേരണയിലല്ല ഇത് ചെയ്തത്, തൻ്റെ പിന്നിൽ ആരുമില്ല എന്ന തലത്തിലൊക്കെയാണ് അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും മൊഴിയുടെ വിശദാംശങ്ങൾ, പ്രാഥമികമായിട്ടുള്ള മൊഴിയുടെ വിശദാംശങ്ങൾ ഏതെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതി അതായത് ഈ ചോദ്യം ചെയ്യലിനോട് വിസമ്മതിക്കുന്ന സാഹചര്യമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്കും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. എന്നാൽ അതായത് നേരത്തെ ഈ പറഞ്ഞതുപോലെ പ്രതി ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നത് ATSന്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം ചെയ്തതായി സമ്മതിച്ചിരുന്നു. മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഒരു തന്നെ ഒരാൾ പ്രേരിപ്പിച്ചതായിരുന്നു എന്ന തരത്തിലുള്ള ഒരു കാര്യം ATSനോട് ഈ പ്രതി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതേക്കുറിച്ചെല്ലാമുള്ള ഒരു ചോദ്യം ചെയ്യലാണ് പ്രധാനമായും ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതി ഈ ഉത്തരം പറയാൻ വിസമ്മതിക്കുന്നതായുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ പുറത്തുനിന്നും ലഭിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ നടത്തേണ്ടതുണ്ട്. പക്ഷെ അത് ഈ ഘട്ടത്തിൽ നടക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഒരു പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ ഈ പ്രതിയെ പ്രധാനമായും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഈ പ്രതിയെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ അത് സംബന്ധിച്ച പ്രൊഡക്ഷൻ വാറണ്ട് നൽകിക്കൊണ്ട് പിന്നീട് പ്രതിയെ കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. ആ സമയത്ത് ആയിരിക്കും വിശദമായൊരു ചോദ്യം ചെയ്യൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. അതിൽ മാത്രമായിരിക്കും ആരാണ് ഇതിലേക്ക് ഈ പ്രതിയെ നയിച്ചത്, അല്ല ഈ പ്രതി തനിച്ചാണോ തുടങ്ങിയ കാര്യങ്ങൾ ആണ് പ്രധാനമായും പരിശോധിക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ മഹാരാഷ്ട്ര ATS DIG മഹേഷ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യലുണ്ടായപ്പോൾ ഈ പ്രതി അതായത് കുറ്റം സമ്മതിച്ചിരുന്നു. മാത്രമല്ല തനിക്ക് പിറകിലൊരു ഒരാള്, അതായത് തന്നെ ഇതിനെ പ്രേരിപ്പിച്ചതാണ് എന്ന തരത്തിൽ ഉണ്ടായിരുന്നു. ഒരു ഇൻസ്ട്രക്ടർ എന്നാണ് ആ വാചകം ഉപയോഗിച്ചത്. ആ വാചകം ആരാണ് ഇൻസ്ട്രക്ടർ, അതാണ് ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത്. ഒരു ഇൻസ്ട്രക്ടർ മാത്രമാണോ, അതല്ല ഈ പ്രതിയെ പ്രധാനമായും ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് ഉപയോഗിച്ചതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. കാരണം നിലവിൽ ഈ പ്രതിക്കെതിരെ മറ്റ് കേസുകളൊന്നും തന്നെ ഡൽഹി പോലീസിന് കീഴിലോ മറ്റേതെങ്കിലും പോലീസിന് കീഴിലോ ഉണ്ടായിട്ടില്ല.
അങ്ങനെ ഒരു നേരത്തെ മറ്റൊരു കുറ്റകൃത്യത്തിലും പങ്കെടുക്കാത്ത ഒരാളാണ് ഈ ഷാറൂഖ് സൈഫി എന്നിരിക്കെ തന്നെ ഷാറൂഖ് സൈഫി ATS പറഞ്ഞ ഇൻസ്ട്രക്ടർ ആര്, അതാണ് ഇനിയിപ്പോൾ പ്രധാനമായും കണ്ടെത്തേണ്ടത്. എന്നാൽ ഇൻസ്ട്രക്ടറെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ ഈ ഷാറൂഖ് സൈഫി കൃത്യമായി മറുപടി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിപ്രധാനമായ മറ്റൊരു കാര്യം. ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനു മുന്നോടിയായി അറസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കണം. ഈ പ്രതിയുടെ വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം ഇനിയിപ്പോൾ പോലീസ് കടക്കുകയാണ്. അജി, ശരി റിയാസ്, ഞാൻ വീണ്ടും ഫിറോസ് അലി മുഹമ്മദിലേക്ക് പോവുകയാണ്. ഫിറോസ്, ഇപ്പോൾ ഇവിടെ റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ട്. ആരാണ് ആ ഇൻസ്ട്രക്ടർ എന്ന തരത്തിൽ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അങ്ങ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ നാളുകൾക്ക് മുൻപ് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ വലിയ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ISS അടക്കമുള്ള തീവ്രവാദ സംഘടനകൾ ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിരുന്നു എന്ന തരത്തിൽ IB-യുടെ അടക്കം ഇൻ്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ അടക്കം ഒരു വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ IB ഉൾപ്പെടെയുള്ളവരുടെ ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടൊക്കെ വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായത്. ഇപ്പോൾ റിയാസ് സൂചിപ്പിച്ചു, ഒരു ഇൻസ്ട്രക്ടർ ഇതിന് പിന്നിൽ ഉണ്ട്. ആരാണ് ആ ഇൻസ്ട്രക്ടർ എന്നതാണ് ഇനി അറിയേണ്ടതെന്നാണ് റിയാസ് പറയുന്നത്. അങ്ങനെ വെച്ച് ഇത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദ ആക്രമണത്തിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു ആക്രമണമായിരിക്കില്ല. കാരണം ഈ ATS അടക്കം ഈ വിഷയത്തിൽ അത് തള്ളിക്കളയുന്നതുമില്ല. അതെ, എന്നാൽ ആ സാധ്യത പൂർണ്ണമായും അംഗീകരിക്കാനും ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘങ്ങൾക്കൊന്നും ATS അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾക്ക് കഴിയുന്നുമില്ല. തീവ്രവാദ ആക്രമണമാണ്, അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണമാണ്, തീവ്രവാദികളുടെ പ്രേരണയാലാണ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയത് എന്നൊന്നും ഒരു സ്ഥിരീകരണവും നൽകുന്നില്ല. പക്ഷേ പ്രതി ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ബാഹ്യ പ്രേരണയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ട്, എനിക്ക് മറ്റൊരാളുടെ പ്രേരണ കൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത് എന്ന് പ്രതി മഹാരാഷ്ട്ര ATSന് മൊഴി നൽകിയിരുന്നു. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ, കോഴിക്കോടേക്ക് എത്തുമ്പോൾ ചോദ്യം ചെയ്യലിൽ പ്രതി പറയുന്നു ഇതെൻ്റെ കുബുദ്ധിയാണ്, മറ്റാരും ഇതിന് പിന്നിലില്ല എന്ന്. അജി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത്ര വലിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ടും, ഇത്ര ഗൗരവതരമായ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ നമ്മൾ എത്രത്തോളം രാഘവത്തോടെയാണ് കാണുന്നത് എന്ന് നമുക്കറിയാം. ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വലിയ പരിശോധനയൊക്കെ ഉണ്ട്. നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിക്ക് ഡൽഹിയിൽ നിന്ന് വന്ന് കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, കോഴിക്കോട് പോലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, ജനനിബിഡമായ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ വന്നിറങ്ങി ഈ പുറത്തു പോയി പെട്രോൾ 2 കുപ്പിയിൽ പെട്രോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് എല്ലാ സുരക്ഷാ പരിശോധനകളെയും മറികടന്നുകൊണ്ട് കൃത്യമായും ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നു. ഒരു പ്രത്യേക സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ ഒരു ആക്രമണം നടത്താൻ കഴിയുന്നു. അതും ഒരു കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഉള്ള ആളുകൾക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനപ്പുറമുള്ള എന്ത് ആക്രമണവും നടത്താൻ സാധ്യതയുണ്ട്. അതിനപ്പുറമുള്ളൊരു ആക്രമണമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അത് നമുക്ക് സഹിക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ അടക്കമുള്ള സുരക്ഷാ പരിശോധനകളുടെ അതെത്രത്തോളം മെച്ചപ്പെട്ടതാണ് എന്നുള്ള വലിയ ഗൗരവമുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് അവിടെ. മാത്രമോ, ഈ സ്ഫോടനം നടന്നു, അല്ലെങ്കിൽ ഈ തീവെപ്പ് നടന്നു, അതേ ട്രെയിനിൽ ഈ പ്രതി യാത്ര ചെയ്യുകയാണ്. 9:27 തീവയ്പ് നടന്നു എന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്ന ആ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ 2-ാം തീയതി രാത്രി 9:27 തീവയ്പ് നടക്കുന്നു. അതേ ട്രെയിനിൽ ആലോചിക്കേണ്ടത്, കൊയിലാണ്ടിയിലും വടകരയിലും ഈ തീവണ്ടി അരിച്ചു പെറുക്കി പോലീസ്, RPF ഒക്കെ പ്രതിയെ തിരയുകയാണ്. എന്നിട്ടൊന്നും ഇദ്ദേഹത്തെ കിട്ടുന്നില്ല. അദ്ദേഹം ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 11:27 ഇദ്ദേഹം കണ്ണൂർ ഇറങ്ങുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് പുലർച്ചെയോടെയാണ്, അവിടെയും വലിയ പരിശോധന നടക്കുന്നുണ്ട്. അവിടെ നിന്ന് പുലർച്ചെയോടെയാണ് ഇദ്ദേഹം ഈ അജ്മീർ ട്രെയിനിൽ കയറി പോകുന്നത്, എറണാകുളം അജ്മീർ ട്രെയിനിൽ കയറി പോകുന്നത്. ഇതിനിടയ്ക്ക് 3-ാം തീയതി വൈകിട്ടോടെ അദ്ദേഹം രത്നഗിരിയിൽ ട്രെയിനിൽ നിന്ന് ചാടുന്നു എന്ന് പറയുന്നു. ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ കർശനമായ പരിശോധന ഈ തീവണ്ടികൾ കേന്ദ്രീകരിച്ച് ഉണ്ടായത് കൊണ്ടാകണം ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ അജ്മീറിലേക്കോ ഒക്കെ പോകുന്ന ആ റൂട്ടിൽ പോകുന്ന ട്രെയിനുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളിലും അത്തരത്തിലുള്ള റെയിൽവേ പോലീസിൻ്റെ ഒക്കെ വലിയ പരിശോധന നടക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പക്ഷേ പ്രതി ചാടുന്നത്